ഗൗരവമില്ലാത്ത ടിപ്പു സുൽത്താൻ ആരാന്നറിയുമോ? രാജകൊട്ടാരത്തിൽ വളർന്ന രാജകുമാരനാണ്. പണത്തിന്റെ പളപളപ്പ് കാണുമ്പോഴത്തേക്കും പടച്ചവനെ മറന്നു പോകുന്ന പുതിയ തലമുറയിലെ പണക്കാരുടെ പുതിയ മക്കളെ അള്ളാഹുവിനെയാ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിനെയാ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാ. ടിപ്പു എന്ന് പറഞ്ഞാൽ ആരാ? 18 വയസ്സ് മാത്രം പ്രായമുള്ള ടിപ്പു സുൽത്താൻ. സഹോദരങ്ങളെ, ബ്രിട്ടീഷുകാർക്ക് ടിപ്പു എന്ന് പേര് കേട്ടാൽ പേടിയായിരുന്നു. പോരാ, മൈസൂർ കോട്ടയിൽ, ശ്രീരംഗപട്ടണത്തെ കോട്ടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ളപ്പട്ടാളക്കാരൻ വന്ന് പിറകിലൂടെ വെടിവെച്ചു. ചതിച്ചതാണ് ടിപ്പുവിനെ, വഞ്ചിച്ചതാണ്. നേർക്കുനേർ പോരാട്ടം നടത്തി വിജയിക്കാൻ തന്റെ ഇടവും ധൈര്യവുമില്ലാഞ്ഞിട്ട് പിന്നാലെ വന്ന് വെടിവെച്ചു ടിപ്പു സുൽത്താനെ. ആൺകുട്ടിയായിരുന്ന ടിപ്പു സുൽത്താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഉച്ചഭക്ഷണത്തിന്റെ പാത്രം താഴെ വെച്ചിട്ട് തന്റെ പിന്നാമ്പുറത്തുകൊണ്ട് വെട്ടിയുണ്ട വലത്തെ നെഞ്ചിലൂടെ ബ്ലഡിങ്ങനെ ചീറ്റിത്തെറിപ്പിക്കുമ്പോൾ തന്റെ ഇടത്തെ കൈകൊണ്ട് ആ നെഞ്ചിങ്ങനെ അമർത്തിപ്പിടിച്ചു. ഹൈദരാലിയുടെ പൊന്നുമോൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വെള്ളപ്പട്ടാളക്കാരൻ തോക്കും പിടിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. ടിപ്പു സുൽത്താൻ പറഞ്ഞു, പട്ടാളക്കാരാ, ഒന്നടുത്തേക്ക് വരാമോ? അരയിൽ കിടന്ന സ്വർണത്തിന്റെ പിടിയുള്ള വാള് ഹൈദരാലിയുടെ പൊന്നുമോൻ വലിച്ചൂരി കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഈ വാള് കണ്ടോ, ഇത് സ്വർണത്തിന്റെ പിടിയുള്ള വാളാണ്. ഈ വാള് എന്റെ പ്രിയങ്കരനായ പിതാവ് ഹൈദരാലി എനിക്ക് സമ്മാനിച്ച വാളാണ്. എന്നെ കൊല്ലുന്നവന് ഞാൻ നൽകുന്ന പ്രസന്റേഷനാണ്. പട്ടാളക്കാരാ, ഒന്നടുത്തേക്ക് വാടാ, പട്ടാളക്കാരാ, ഒന്നടുത്തേക്ക് വാടാ. നീയാണ് എന്നെ കൊല ചെയ്തവൻ. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ശ്രീരംഗപട്ടണത്തിലെ കോട്ടയിൽ വെച്ചിട്ട് ഈ രാജ്യത്തിന്റെ നാടുവാഴിയായ ചക്രവർത്തിയായ ബാദുഷയായ ടിപ്പു സുൽത്താൻ പിടഞ്ഞ് മരിക്കുമെടാ. നിന്റെ റിവോൾവറിൽ വന്നുതിർന്നു വന്ന വെടിയുണ്ടയാണ് ഈ ടിപ്പുവിന്റെ നെഞ്ചു തുറന്നത്, ഈ രക്തം ചീറ്റിത്തെറിക്കാൻ കാരണമായത്. അതുകൊണ്ട് പട്ടാളക്കാരാ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് എന്റെ കൈകൊണ്ട് എന്നെ കൊന്നതിന് എന്റെ പിതാവായ ഹൈദരാലി മരണക്കടക്കയിൽ കിടന്നിട്ട്, മോനെ ടിപ്പു സുൽത്താൻ ഒന്നടുത്തേക്ക് വന്നേ, ഞാൻ ലോകത്തോട് വിട പറയാൻ പോകുകയാ. ഈ ലോകത്തോട് ഹൈദരാലി വിട പറഞ്ഞു മരിക്കാൻ പോകുകയാ. ഞാൻ സക്കറാത്തിന്റെ ഹാലിയാ. വിട്ടുകൊടുക്കരുത് മോനെ, ഒരിഞ്ച് ഭൂമി പോലും വെള്ളക്കാരന് വിട്ടുകൊടുക്കരുത്. പാല് പൊളിച്ച് തൈരാകുന്നത് പോലെ ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകൾ കീഴടക്കുകയാ. ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമി പ്രദേശങ്ങൾ മുഴുവനും പിടിച്ചടക്കുകയാ. ഇന്ത്യക്കാരെ മുഴുവനും അടിമകളെ പോലെ അടിമച്ചങ്ങലയിൽ ഇട്ടിട്ട് ബൂട്ട്സുകൾക്കുള്ളിൽ ചവിട്ടി മതിച്ചിട്ട് അവരെ കൊണ്ട് ബൂർഷോ നടപടിക്ക് വിധേയപ്പെടുത്തുകയാ. അതുകൊണ്ട് ഹൈദരാലിയുടെ പൊന്നമോന് ടിപ്പു വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരിഞ്ച് ഭൂമി പോലും വെള്ളക്കാർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതാ ഈ വാളമോൻ കയ്യിൽ പിടിച്ചോ, ഇത് സ്വർണത്തിന്റെ പിടിയുള്ള വാളാ, ഇത് പിതാവിന്റെ വാളാ, ഞാൻ പടയോട്ടത്തിന് കൊണ്ടുപോയ വാളാ. ഇത് മോൻ വെച്ചോ എന്ന് പറഞ്ഞ് മരണക്കടക്കയിൽ കിടന്നുകൊണ്ട് ഹൈദരാലി എന്റെ പ്രിയങ്കരനായ പൊന്നുമോൻ ടിപ്പു സുൽത്താന് സമ്മാനമായി നൽകിയ സ്വർണത്തിന്റെ പിടിയുള്ള വാള്, ആ വാള് വലിച്ചൂരി വെച്ചിട്ട് ചോദിക്കുകയാ, ഒന്നടുത്തേക്ക് വാടാ വെള്ളക്കാരാ. നീയാ എന്നെ കൊന്നവൻ, നീ എന്നെ കൊന്നവനാണ്. പക്ഷേ ഈ കൊന്ന ടിപ്പു സുൽത്താൻ തന്റെ കൈകൊണ്ട് ഘാതകനൊരു ഗിഫ്റ്റ് നൽകിയാൽ അത് ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാ. നിനക്ക് നാളെ ആണായിട്ട് പറഞ്ഞു നടക്കാം, ഈ വാള് ടിപ്പുവിന്റെ വാളാ, ഈ വാള് ഞാൻ ടിപ്പുവിനെ കൊന്നവനാ, എനിക്ക് പ്രസന്റേഷൻ കിട്ടിയതാ. എന്റെ ചെറുപ്പക്കാരെ, സുബഹി ഖലാകാത്ത ടിപ്പുണ്ടല്ലോ, മുഹർ ഖലാകാത്ത ടിപ്പു സുൽത്താനുണ്ടല്ലോ. ജീവിതത്തിൽ നിസ്കാരത്തെ പറ്റി അറിഞ്ഞത് മുതൽ ഇന്നേ ദിവസം വരെ ഞാനൊരു വഖത്ത് നിസ്കാരവും ഖലാക്കിയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈദരാലിയുടെ ശ്രീമന്തപുത്രനെ ടിപ്പു സുൽത്താൻ. പട്ടാളക്കാരനെ മാടി വിളിച്ചു. പട്ടാളക്കാരൻ ചിന്തിച്ചു, ശരിയാണല്ലോ,
ബ്രിട്ടീഷുകാർ പേടികൊണ്ട് വിറവിറക്കുന്ന ടിപ്പു സുൽത്താനെ കൊന്നത് ഞാനാന്ന് പറഞ്ഞ് ഈ വാള് കൊന്നതിന് പകരമായി ടിപ്പു എനിക്ക് തന്ന പ്രസന്റേഷനാന്ന് പറഞ്ഞ് നാളെ തെരുവിന്റെ കവലയിലൂടെ എനിക്ക് ആണായി നടക്കാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ സ്വപ്നക്കോട്ടകൾ പണിത് ഓടി വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് സ്വർണത്തിന്റെ പിടിയുള്ള വാളിങ്ങനെ വാങ്ങാൻ വേണ്ടി പട്ടാളക്കാരൻ കയ്യൊന്ന് നീട്ടുമ്പോൾ മൈസൂരിലെ കടുവയില്ലയോ, ഹൈദരാലിയുടെ പൊന്നുമോനില്ലയോ, ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനപുത്രനില്ലയോ, ബ്രിട്ടീഷുകാരോട് ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച ധീരദേശാഭിമാനിയുണ്ടല്ലോ. ആ പട്ടാളക്കാരന്റെ കയ്യിലേക്ക് തന്റെ പിതാവ് സമ്മാനിച്ച സ്വർണത്തിന്റെ പിടിയുള്ള വാള് അങ്ങ് കൊടുക്കുകയാ. രണ്ട് കൈകൊണ്ടും ഇങ്ങനെ വാങ്ങാൻ വന്ന പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വാള് ബാക്കിലോട്ട് വലിച്ചിട്ട് തന്നെ വെടിവെച്ച പട്ടാളക്കാരന്റെ അടിവയറ്റിലേക്ക് ആ വാള് കുത്തിക്കയറ്റിയിട്ട് പട്ടാളക്കാരന്റെ തലയെടുത്തിട്ട് മൈസൂർ കോട്ടയിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് മരണം കാത്തുകിടന്നപ്പോൾ ടിപ്പു കൊല്ലപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞിട്ട് ബ്രിട്ടീഷ് റെജിമെന്റിലെ ഉന്നതരായ പട്ടാള മേധാവികൾ വരികയാ. 7ഓളം വരുന്ന പട്ടാളക്കാര് മരിച്ചു കിടക്കുന്നു എന്ന് കരുതിയ ടിപ്പു സുൽത്താന്റെ ജനാസയ്ക്ക് ചുറ്റും നിൽക്കുകയാ. തന്റെ അടുത്ത് ബ്രിട്ടീഷ് പട്ടാളം എത്തിയെന്നറിഞ്ഞപ്പോൾ മരിക്കാത്ത ടിപ്പു സുൽത്താൻ, മരണം കാത്തു കിടന്ന ടിപ്പു സുൽത്താൻ തന്റെ കയ്യിലെ വാളുമായി ചാടി എഴുന്നേൽക്കുകയാ. ഒരു പുലിക്കുട്ടിയെ പോലെ 7 പട്ടാളക്കാരെയും കൊന്നിട്ട് ഈ ലോകത്ത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഷഹീദായ ധീരദേശാഭിമാനിയായ ടിപ്പു സുൽത്താൻ. ചെറുപ്പക്കാരാ, ബോഡി ബിൽഡിങ്ങിന് പോകുന്ന ചെറുപ്പക്കാരാ, കരാട്ടയും കളരിയും മാർഷൽ ആർട്സും പഠിച്ച് കുങ്ഫുവും തൈക്കൊണ്ടോയും പഠിച്ചിട്ട് തെരുവിന്റെ കവലയിലൂടെ ബോഡി പ്രദർശനം നടത്തിയിട്ട് ഞാൻ വലിയ വമ്പന കേമന എന്ന ഭാവത്തിൽ പെർഫോമൻസ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്നിട്ടൊരു പെർഫോമൻസും വേണ്ട, അല്ലാഹുവിന്റെ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാതെ ഒരു ബോഡി ബിൽഡിങ്ങും വേണ്ട. ആ മാതൃകയിലേക്ക് നമ്മൾ വരണം. അത് സ്വർഗത്തിന്റെ മാതൃകയാണ്, അത് വിജയത്തിന്റെ മാതൃകയാണ്. ചെറുപ്പക്കാരെന്തൊക്കെ പഠിച്ചോട്ടെ, അവർ വിദ്യാഭ്യാസം ചെയ്തോട്ടെ, അവർ മാർഷൽ ആർട്സുകൾ പഠിച്ചോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അല്ലാഹുവിനെ മറന്നിട്ട് ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങളാണ് ഇവിടുത്തെ വലിയ സംരക്ഷകരെന്ന്. എത്ര ആളുകൾ കൃത്യമായി നിസ്കരിക്കുന്നു? സഹോദരങ്ങളെ, ഞാൻ എന്റെ ഖൽബിനോട് ചോദിക്കട്ടെ, ഞാൻ എന്നോട് ആത്മവിചാരം നടത്തട്ടെ, കൃത്യമായി ഞാൻ നിസ്കരിക്കാറുണ്ടോ? ഇനി പല ആളുകൾക്കും ഞങ്ങൾ കൃത്യമായി നിസ്കരിക്കാറുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എത്രയോ ആളുകൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടല്ലോ, പക്ഷേ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന നിസ്കാരമാണോ? അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ചെറിയ കുട്ടികളുണ്ട് പള്ളിയിൽ. ആ ചെറിയ മക്കൾ, അവർക്ക് അറിയത്തില്ല, ഇപ്പൊ നിസ്കാരം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല. അവരിങ്ങനെ പള്ളിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ ഒരാൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിസ്കരിക്കുന്നവനെ മുമ്പ് കൂടെ പോകാൻ പാടില്ല, അത് തെറ്റത് വേറൊരു വിഷയം. കൊച്ചുകുട്ടിക്ക് എന്ത്, അവനിങ്ങനെ ഓടിതാ ഇതുപോലെ അവരിങ്ങനെ ഓടി ഓടി ഇങ്ങനെ. അപ്പൊ ഒരാള് ഇയാളിത് ഉറക്കെ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, ഒരു കുട്ടി ഇങ്ങനെ ചാടി പാസ്സായി. ആ കുട്ടിയെ വരട്ടാൻ വേണ്ടി പറഞ്ഞാണ് ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം. ഇങ്ങനത്തെ നിസ്കാരമായാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖാദിരി കർ ഖാദിരി രഖ ഖാദിരിയോ മേ മുതാ ഖദർ അബ്ദുൽ ഖാദിർ ഖുദറത് नमा के वास्ते
कादिरी कर कादिरी रख कादिरियों ने उठा ബാഗ്ദാദിൽ മറവിട്ട് കിടക്കുന്ന അബ്ദുൽ ഖാദിറുൽ ജീലാനി ഔലിയാക്കളുടെ രാജാവായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് മഹാനവറുകൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുജൂദിന്റെ മക്കാനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നിസ്കരിക്കുക. നമ്മളിൽ പല ആളുകളും സുജൂദിലേക്കല്ല നോക്കുന്നത് നിസ്കരിക്കുമ്പോൾ. അതാ ഇമാമിന്റെ ഷർട്ടിൽ അഴുക്കിരിക്കുന്നല്ലോ, അദ്ദേഹം മുസല്ലയിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ, ആ ക്ലോക്ക് നിന്നല്ലോ, മുഅദ്ദിൻ സാഹിബ് എന്തുകൊണ്ടാണ് ക്ലോക്കിന് ബാറ്ററി മേടിച്ചിടാത്തത്, ആ പള്ളിയിൽ എഞ്ചിനീയർ ജനലിന്റെ മേലിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ ശരിയായിട്ടില്ല, ആ കോളം വരേണ്ടത് ഇങ്ങനെ ചതുരത്തിലല്ല കോണാകൃതിയിലാണ് വരേണ്ടത് എന്നിങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ ചിന്തിച്ച് നമ്മളെ ചുറ്റുപാടുകളെ പറ്റി ഒബ്സർവേഷൻ നടത്തുകയാണ്. റുക്കൂയിലേക്ക് പോകുമ്പോ പല ആളുകളും കാലിൽ നഖം വെട്ടിയില്ലല്ലോ, കാലിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി അവിടുത്തെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുന്നിലേക്ക് അവിടുന്ന് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒരു വലിയ സർപ്പം വരികയാണ്. ഒരു വലിയ അത്യുഗ്രനായ വിഷമുള്ളൊരു വലിയ കറുത്ത മൂർഖൻ പാമ്പ്, ഒരു കരിമൂർഖൻ ഇങ്ങനെ വരികയാണ്. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഖിയാമിൽ നിന്ന് റുകൂയിലേക്ക് പോകുമ്പോൾ അതാ അവിടുത്തെ സുജൂദിന്റെ മക്കാനിൽ ഒരു വലിയ കരിമൂർഖൻ ഇങ്ങനെ പണം പുരട്ടി നിൽക്കുകയാണ്. അതാ അതിങ്ങനെ പണം പിടർത്തി നിൽക്കുകയാണ്. അവിടുന്ന് പേടിച്ചില്ല, അവിടുന്ന് ഭയപ്പെട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയില്ല, അവർക്ക് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിയില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖമില്ല, അവർക്ക് ലവലേശം ഭയമില്ല. അങ്ങനെയുള്ള ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. എന്റെ ഉമ്മ, എന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരാ, തന്റെ തൊട്ട് മുന്നിലൊരു വലിയ പാമ്പ്. നമ്മളൊക്കെ നിസ്കരിക്കുന്നു, ഈച്ച ഇതിലൂടെ പോയാൽ നമ്മൾ ഈച്ച അടിക്കും, കൊതുക് കുത്തിയാൽ കൊതുകിനെ അടിക്കും. എന്നാൽ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ മുന്നിൽ വലിയ പാമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. സുജൂദിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ അത് സുജൂദിന്റെ സ്ഥാനത്തിരിക്കുകയാണ്. തന്റെ കൈ കൊണ്ട് മെല്ലെ പാമ്പിനെ ഇങ്ങനെ തട്ടി നീക്കിയിട്ട് യഥാസ്ഥാനത്തിൽ സുജൂദ് ചെയ്യുകയാണ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ വന്നാരേ, ഭയമേതും കൂടാതെ മാറ്റി വെച്ചിട്ടോ. ആ സമയത്ത് സലാം വീട്ടിയപ്പോൾ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക്കും. ആരാ? ആ പാമ്പ് സംസാരിക്കുകയാണ്. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളോട് പാമ്പ് വർത്തമാനം പറയുന്നു. തങ്ങളെ, ഞാനൊരു ജിന്നാണ്, ഞാനൊരു പാമ്പല്ല. ഞാൻ ഒരുപാട് ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്, പല ആളുകളും പേടിച്ച് ഓടിയിട്ടുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ ഔലിയാക്കളായിരുന്നില്ല, അവർ കപടന്മാരായിരുന്നു. അതാ പറഞ്ഞത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിരിക്കും അല്ലേ, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിരുന്ന പ്രശ്നം തീരും. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്ക്. അന്നേരത്ത് ആ പാമ്പ് പറയുകയാണ്, ഞാൻ ഒരുപാട് ഔലിയാക്കളുടെ അടുത്ത് പോയി, അവര് വ്യാജന്മാരായിരുന്നു, അവർ ഔലിയാക്കളെന്നും പറഞ്ഞിരുന്ന് എന്നെ കാണുമ്പോഴത്തേക്ക് അവർ നിസ്കാരത്തിൽ കൈയടിച്ചിട്ട് അങ്ങ് ഓടിപ്പോയി. തങ്ങളെ,
നിങ്ങൾ ഒറിജിനൽ അല്ലാഹുവിന്റെ വലിയ തന്നെയാണ്, അതിൽ സംശയമില്ല. എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ നിസ്കാരത്തിൽ എന്റെ നിസ്കാരത്തിൽ എത്ര ഇഖ്ലാസുണ്ട്, എത്ര തഖ്വയുണ്ട് എനിക്കറിയില്ല. ഉമ്മ, നിങ്ങൾക്ക് ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ അറിയുമോ? ആരാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ? ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ വെള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആരാണ്? നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, പാതിരാത്രി സമയമാണ്. ഒരു കള്ളൻ കടന്നു വരികയാണ് ബീവിയുടെ വീട്ടിലേക്ക്. ബീവി ഇതൊന്നും അറിയുന്നില്ല. അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചു വെച്ച നിസ്കാരത്തിലാണ്. കള്ളൻ കണ്ട സാധനങ്ങളെല്ലാം എടുത്ത് തന്റെ ഭാണ്ഡത്തിനകത്താക്കിയിട്ട് കള്ളൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, വാതില് കാണുന്നില്ല, വാതില് കാണുന്നില്ല. നോക്കുമ്പോ വാതില് കാണുന്നില്ല. എവിടെ പോയി വാതില്? കയറി വന്നപ്പോൾ വാതിലുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ബീവിയുടെ വീട്ടിൽ നിന്ന് സാധന സാമഗ്രികളെല്ലാം എടുത്തു ശേഖരിച്ചു. തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്, വാതിൽ കാണുന്നില്ല. ഇതെന്തൊരു മറിമായമാണ്. കള്ളൻ ചിന്തിച്ചു, ഇത് നഫീസ ബീവിയുടെ വീടല്ലേ, ഒരുപക്ഷെ കറാമത്ത് കൊണ്ട് സംഭവിച്ചതാകാം എന്ന് മനസ്സിലാക്കിയതാ സ്ഥാനത്തേക്ക് സാധനങ്ങൾ അങ്ങ് തിരികെ വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ വാതിൽ കാണുകയാണ്. കള്ളന് വീണ്ടും കുതന്ത്രം തോന്നി. അയാള് തിരിച്ചുപോയിട്ട് വീണ്ടും സാധനങ്ങൾ പെറുക്കിയെടുത്തു. വാതിലൊരടയാളം വെച്ചിട്ട് വന്ന് സാധനങ്ങൾ ഭാണ്ഡത്തിനകത്താക്കിയിട്ട് ആ സാധനങ്ങളുമായി പുറപ്പെടാനിറങ്ങുമ്പോൾ അടയാളം കാണുന്നില്ല, വാതില് കാണുന്നില്ല. ഇതൊന്നും നഫീസ ബീവി അറിയുന്നില്ല. നഫീസ ബീവി അപ്പോഴും നിസ്കാരത്തിലാണ്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും താളബദ്ധമായ പ്രവാഹങ്ങൾക്കൊപ്പം ലോക മുസ്ലിമീങ്ങളെ ആത്മീയതയുടെ അത്യുന്നതിയിലേക്ക് മാടി വിളിച്ച ബീവി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഇതൊന്നും അറിയാതെ നിസ്കാരത്തിലാണ്. കൽബുകൾ മുഴുവനും ഇല്ല, ചിന്തകൾ മുഴുവനും ഇല്ല, ലക്ഷ്യങ്ങളെ ഇല്ല, ആഗ്രഹങ്ങളെ ഇല്ല, എല്ലാം അല്ലാഹ് 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 എന്ന വിചാരമാണ്. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോ ഉമ്മാമാർക്ക് അറിയില്ല നഫീസ ബീവിയെ. +2 പഠിക്കുന്ന മോളോട് നഫീസ ബീവിയെ ചോദിച്ചാൽ അവൾ അയൽപ്പക്കത്തുന്ന നഫീസ ബീവിയെ കാണിച്ചു തരും. ഒഴിഞ്ഞിടക്കുന്നൊരു കസേര ഇരുന്നിട്ട് വെള്ളം കുടിക്കണം, നിന്ന് വെള്ളം കുടിക്കണ്ട. സഹോദരങ്ങളെ, എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്ക്. നഫീസ ബീവി റളിയ പഴയ കാലത്തെ ഉമ്മമാരെല്ലാം ചൊല്ലുമായിരുന്നു നഫീസമാല. ഇന്ന് കണ്ടോ നാട്ടിൽ ഒക്കെ ഡെലിവറി ഉണ്ടോ? ഇല്ല. ഇന്ന് പ്രസവം നടക്കാറില്ല, മുഴുവൻ സർജറിയാണ്. ഇവിടെ പ്രായമുള്ള ഉപ്പമാരിപ്പുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഉപ്പ, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ ഗർഭിണിയായി നിങ്ങളെ ഗർഭം ചുമന്ന സമയത്ത് ഏത് ഗൈനക്കോളജിസ്റ്റിനെയാ കാണിച്ചേ? ഒരു ഗൈനക്കിനടുത്ത് പോയിട്ടില്ല, ഒരു സ്കാനും ചെയ്തിട്ടില്ല, ഒരു ഇഞ്ചക്ഷനും ചെയ്തിട്ടില്ല, ഒരു ടാബ്ലറ്റും കഴിച്ചില്ല, ECG എടുത്തില്ല, എക്സ്റേ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവരെങ്ങനെയാ
ഗർഭസ്ഥ ശിശു വയറ്റിലുള്ള സമയത്തെ അവർ ഓതും നഫീസ ബീവി റളിയല്ലാഹു അൻഹായുടെ പേരിൽ യാസീൻ ഓതും. മാത്രവല്ല നഫീസത്തു മാലപാടും, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുഹീദ്ദീൻ മാലപാടും. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിരുന്നേ. പ്രസവവേദന അനുഭവിക്കുന്ന ആ സ്ത്രീയും വയറ്റാട്ടിയും അകത്തളത്തിൽ ഉണ്ടാകുമ്പോൾ പുറത്ത് മനോഹരമായ നഫീസ ബീവിയുടെ അവദാനങ്ങൾ ഇങ്ങനെ പാടി ഒന്ന് പൂർണ്ണമാകുമ്പോഴേക്ക് അകത്തളത്തിൽ സുഖപ്രസവം അതുണ്ടായിട്ടുണ്ടാകാം. ഇന്നങ്ങനെയല്ല. ഇന്ന് എല്ലാവരും സർജറിയാണ്, സർജറിയോട് സർജറി. ഇന്ന് ഡെലിവറി വളരെ കുറവാണ്. ഉമ്മമാർക്ക് ആത്മീയ ബന്ധമില്ല. ഉമ്മമാരെ, എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, എത്ര ആളുകളാ കൃത്യമായി യാസീൻ ഓതുന്നവർ. പഴയ കാലത്തൊക്കെ മഗ്രിബിന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഉടനെ വീട്ടിന്റെ അകത്തളത്തിൽ കൊണ്ട് പറ്റുന്നില്ല. വീട്ടിന്റെ അകത്തളത്തിൽ എന്ത് ചെയ്യും സഹോദരങ്ങളെ? യാസീൻ ഓതും ഉമ്മാമാര്. മഗ്രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തും മുസ്തഖീം. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്തു യാസീൻ നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ ഉമ്മമാര് പാരായണം ചെയ്യും. പോരാ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അതിനൊക്കെ പോരിശയിട്ട് തബാറക സൂറത്ത് കൃത്യമായി പാരായണം ചെയ്യുന്നവന്റെ ഖബറിൽ അല്ലാഹു അലാബറക്കില്ലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഇദാ വഖഅത്തിൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന വീടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര വീടുകളിൽ അത് പാരായണം ചെയ്യുന്നു? സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇന്ന് എടുത്തു മാറ്റപ്പെട്ടു പോയി. ഇന്ന് സൂറത്തുൽ വാഖിഅ എന്ന് ചോദിച്ചാൽ ഉമ്മമാർക്ക് അറിയില്ല. സൂറത്തുൽ മുൽക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പെങ്ങന്മാർക്ക് അറിയില്ല. അവരോട് വല്ല പുതിയ സീരിയൽ വിശേഷങ്ങളോ വല്ല സിനിമാ വിശേഷങ്ങളോ വല്ല സിനിമാ സീരിയൽ നടീ നടന്മാരെ പറ്റിയുള്ള ഗോസിപ്പുകളോ മറ്റൊക്കെ ചോദിച്ചാൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞു തരും. സുബ്ഹാനല്ലാഹ്. ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കൽബ് എങ്ങനെ? ഇപ്പോഴൊക്കെ ഉമ്മാമാര് പരാതി പറയും, ഉസ്താദേ കുഞ്ഞിന് വയലിന്റെ മജ്‌ലിസിനോട് ഒറ്റ താല്പര്യമില്ല, കുഞ്ഞിന് വയലിന്റെ മജ്‌ലിസിനോട് ഇഷ്ടമില്ല. ഞാൻ ചോദിക്കട്ടെ ഉമ്മ, എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ ചോദിച്ചു, ഇവിടെ ചെറിയ മക്കളൊക്കെ കുറച്ചേ കാണുന്നുള്ളൂ, 15ഉം 16ഉം വയസ്സായ മക്കളെ ഒന്നും കാണണില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അവർക്ക് ഇത്തരം സദസ്സുകളോട് ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാ താല്പര്യമില്ലാത്ത? ഇന്ന് പല മക്കളും 15 വയസ്സ് പ്രായമുള്ള മകൻ അവൻ കള്ളു കുടിക്കുന്നു, പെണ്ണ് പിടിക്കുന്നു, അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? സുബ്ഹാനല്ലാഹ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര വഅബവാഹു യുഹവ്വിദാനിഹി. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. വളരെ സംശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ കുട്ടിയും പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്നത്. അവനെ കള്ളുകുടിയനാക്കുന്നതാരാ, പെണ്ണുപിടിയനാക്കുന്നതാരാ, പലിശക്കാരനാക്കുന്നതാരാ, സിനിമാ പ്രാന്തനാക്കുന്നതാരാ, സീരിയൽ ഭ്രമചിത്തതയിൽ അതിഭ്രമതയുള്ളവരാക്കുന്നതാരാ? എന്റെ ഉമ്മമാരാലോചിക്കാൻ വേണ്ടി പറയുക, എന്റെ വാപ്പാമാര് ചിന്തിക്കാൻ വേണ്ടി പറയുക. ചെറിയ പ്രായത്തിൽ ഉസ്താദേ എന്റെ മോൻ കള്ളുകുടിച്ചു. എത്ര കഥ! ലക്ഷദ്വീപിൽ പോയപ്പോ ഒരു ഉമ്മാടെ കത്ത്. എന്തുവാ? ഒരൊറ്റ മോനേ ഉള്ളൂ, ഉമ്മാക്ക് ഒരൊറ്റ മോനേ ഉള്ളൂ.
വാപ്പ നേരത്തെ മരിച്ചുപോയപ്പോ ഉമ്മാക്ക് പ്രായം കുറവാണ്. എന്നിട്ടും മറ്റുള്ളവർ പറഞ്ഞു മറ്റൊരു കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. ഓമനത്വമുള്ള കുഞ്ഞുമോന്റെ ഓമനത്വം തുളുമ്പുന്ന പൂമുഖം കണ്ടപ്പോൾ മറ്റൊരു ഭർത്താവിനെ വരിക്കാൻ പോലും എനിക്ക് മനസ്സ് വന്നില്ല. അവന് വേണ്ടി ഞാൻ ജീവിച്ചു, അവനെ വളർത്തി. അന്യ വീട്ടിലെ പാത്രം കഴുകി മോനെ ഞാൻ വളർത്തിയില്ലേ. അയലത്ത് വീടുകൾ അടിച്ചുവാരി പാത്രം കഴുകി വൃത്തിയാക്കി കൊടുത്ത് ഞാൻ അവനെ വളർത്തി. ഇപ്പോൾ അവൻ കുടിയനാണ്, മദ്യപാനിയാണ്. ഒരു ദിവസം എന്റെ മകൻ എന്നോട്, അവന്റെ ഉമ്മയല്ലേ ഞാൻ, എല്ലാ ദിവസവും കാത്തിരിക്കും. എത്ര രാത്രിയായാലും അവൻ വരട്ടെ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. അങ്ങനെ ഒരു രാത്രിയിൽ അവൻ വന്നപ്പോൾ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ എന്റെ ബെഡിലേക്ക് കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ്, ഒരു പുരുഷന്റെ കരങ്ങൾ എന്റെ ശരീരത്തിലൂടെ ഇടയുകയാണ്. ഞാൻ പാതിരാത്രിയിൽ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ചാടിയെഴുന്നേറ്റു. അത് മറ്റാരുമല്ല, ഞാൻ പ്രസവിച്ച പൊന്നുമോൻ, ഞാൻ ഗർഭം ചുമന്ന പൊന്നുമോൻ, ഞാൻ താരാട്ട് പാട്ടിയ പൊന്നുമോൻ, ഞാൻ പാലൂട്ടിയ പൊന്നുമോൻ. അവൻ മയക്കുമരുന്നിനടിറ്റായി, മദ്യത്തിനടിറ്റായി, ലക്കില്ലാതെ ലഗാലിയാലേ അവന്റെ ഉമ്മായ അവന്റെ സുഖബോധത്തിന് ഉപയോഗിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവൻ തകർന്ന് താറടിഞ്ഞു പോയി. ഇങ്ങനെ എത്ര കണ്ണീരിൽ കുതിർന്ന കത്തുകൾ. ഞാൻ എന്റെ ഉമ്മാമാരോട് വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടികളൊക്കെ പ്രസവിച്ചു വന്ന സമയത്ത് പട്ടച്ചാരായത്തിന്റെ കുപ്പിയും പിടിച്ചോണ്ട് ആരാടാ എന്റെ വാപ്പാന്നും ചോദിച്ചിട്ടാണോ വന്നേ? അല്ലല്ലോ. എല്ലാ കുട്ടികളും പ്രപഞ്ചത്തിലേക്ക് പറന്നു വീഴുന്നത് വളരെ സംശുദ്ധമായ പ്രകൃതിയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ, വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ. ഒരു കുഞ്ഞിന്റെ ഹൃദയം, അതിന് ചതിയില്ല, വഞ്ചനയില്ല, കള്ളത്തരമില്ല, കാപട്യമില്ല, കൊള്ളരുതായ്മയില്ല, അനാശ്വാസമില്ല, ആഭാസമില്ല, വേണ്ടാത്തരമില്ല, മ്ലേച്ഛതയില്ല, വൃത്തികേടില്ല, ഒന്നുമില്ല. നല്ല പ്യൂരിറ്റി, നല്ല പെർഫെക്റ്റ് ആണ്, നല്ല ക്ലീൻ ആണ്, നല്ല ക്ലിയർ ആണ്. അതേതുപോലെ തലവോസ്താദ് പറയുന്നു, വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ, പാൽ നീ നിറച്ചായി അതിൽ വിരിയും വെണ്ണ, വിഷം നിറച്ചാൽ അതിൽ വിടരും തിന്മ. പാലാണൊഴിച്ചതെങ്കിൽ കൽവിൽ വെണ്ണ നിറയും പൊന്നുമോന്റെ കൽവിൽ വെണ്ണ നിറയും ഉമ്മ. വിഷമാണ് നിറച്ചതെങ്കിൽ ആ പൊന്നുമോന്റെ ഹൃദയത്തിൽ തിന്മയാണ് ഉമ്മ. വിഷമാണ് നിറച്ചതെങ്കിൽ ആ പൊന്നുമോന്റെ ഹൃദയം കറുത്തതാണ് വാപ്പ. ആലോചിച്ചു നോക്കണം ഗൗരവത്തോടെ. അങ്ങനെയാണ് കുഞ്ഞ്. ചെറിയ പ്രായത്തിൽ 3 വയസ്സായ കുഞ്ഞുമോന്റെ മടിയേലിരുത്തിയിട്ട് ഉമ്മാമാരി കാണിച്ചു കൊടുക്കുന്ന എന്തുവാ? ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും വയലിന് പോകുമ്പോ ചെറിയ മക്കളെ കാണുമ്പോ അടുത്തു വരുമ്പോ അവരോട് ചോദിക്കും, എടാ മോനെ, മുത്തുനബിയുടെ പേരെന്തുവാ? അവൻ പറയും അബ്ദുൽ നാസർ. അവൻ ആരെ പേരാ പറഞ്ഞു? അവന്റെ വാപ്പാടെ പേരാ പറഞ്ഞത്. ആ വാപ്പ പുന്നാര ഹബീബിന്റെ പേര് അവന് പഠിപ്പിച്ചു കൊടുത്തില്ല. ഇങ്ങനെയുള്ള വാപ്പാടെ കാര്യം ഘട്ടമാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല, ചിരിക്കാൻ പറഞ്ഞതല്ല. വാപ്പമാരെ, ഇന്ന് വീട്ടിൽ പോയി നിങ്ങളുടെ പൊന്നുമോനോട് ചോദിക്കേ, നമ്മുടെ നബിയുടെ പേരെന്താ? കാരണം അവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇസ ബിമക്കത വദഫന ബിൽ മദീന. ഒരു കുഞ്ഞ് ആദ്യമായി അവന്റെ ഉമ്മാടെ മുഖത്ത് നോക്കി ഉമ്മ, വാപ്പാടെ മുഖത്ത് നോക്കി വാപ്പാ
എന്ന് വിളിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവന്റെ കൽവിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണ്? സിനിമക്കാരന്റെ പേരല്ല, ഉമ്മാടെ പേരല്ല, വാപ്പാടെ പേരല്ല, അയലത്തെ കാക്കാന്റെ പേരല്ല, നമ്മുടെ നബിയുടെ പേരെന്താ? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നമ്മുടെ നബിയുടെ പേരെന്താ? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉമ്മ ആമിന, നബിയുടെ ഉപ്പ ജനിച്ചു നബി മക്കയിൽ, വളർന്നു നബി മക്കയിൽ, വഫാത്തായി മദീനയിൽ, ഖബറടക്കി മദീനയിൽ. എന്റെ ഉമ്മ, എന്റെ വാപ്പ, നിങ്ങളുടെ വീട്ടിലുള്ള 3 വയസ്സുകാരിയായ പെണ്ണുമോൾക്ക് ഇത് പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ പെണ്ണുമോളോട് ഉത്തരവാദിത്തം നിർവഹിച്ച ഉമ്മയല്ല. ഞങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 വയസ്സ് പ്രായമുള്ള പെണ്ണുമോന് ഇതറിയില്ലെങ്കിൽ വാപ്പ, നിങ്ങൾ ആ മകനോട് ഉത്തരവാദിത്തം നിർവഹിച്ച വാപ്പയല്ല. ഇങ്ങനെ മക്കളെ വളർത്തിയാൽ അവർക്ക് ദീനിയായ ടേസ്റ്റ് കൊടുക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കും. ഇനി ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിൽ അവന് ഒരു പൂച്ചയും എലിയും ക്യാറ്റും റാറ്റിന്റെ കളിയുണ്ട്. അതിനെന്തുവാ പറയുന്ന മക്കളെ? ആ പിള്ളേരൊന്ന് പറഞ്ഞേടാ. ഈ ടി വിക്കകത്തെ മക്കളെ, ഹലോ, ചെറിയ മക്കളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ ടി വിക്കകത്ത് ക്യാറ്റും റാറ്റും കിടന്ന് കളിക്കുമല്ലോ, എലിയും പൂച്ചയും. ആ കളിയുടെ പേരെന്തുവാ? ഇവിടുത്തെ കുട്ടിക്ക് അത് അറിയത്തില്ല. കുട്ടികളുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ആകെ 1-2 ചെറിയ പിള്ളേർ, അവന്മാർ അത് കാണാനുള്ള പ്രായമായില്ല, കുഞ്ഞു പിള്ളേരാ. അങ്ങനെ ആദ്യം ക്യാറ്റും റാറ്റുമാണ് കാണിച്ചു കൊടുക്കുക. 30,000 രൂപ വിലയുള്ള ടി വി 3 വയസ്സുകാരനായ പൊന്നുമോൻ പിന്നീട് സ്വമേധയാ നിയന്ത്രിക്കാൻ പഠിക്കും. അവൻ ആ റിമോട്ട് കൺട്രോൾ എടുത്തു വെച്ച് പിന്നീട് മൂവ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്ത് അവൻ സെലക്ട് ചെയ്യുന്നത് സിനിമാറ്റിക് ഡാൻസ് ആകും, സീരിയലാകും, സിനിമയാകും. എന്റെ വാപ്പമാരെ, നിങ്ങൾ നിസ്സാരമായി കാണുകയാണല്ലേ? നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ തെറ്റുകാരാണ്. ഞാൻ ഈ സദസ്സിൽ നിന്ന് കൈ ഉയർത്താൻ പറയട്ടെ. ആർക്കാ തന്റെ ഇടമുള്ളത് കൈവെക്കാൻ? മക്കൾക്ക് സിനിമാറ്റിക് ഡാൻസ് കാണിച്ചു കൊടുക്കാത്ത വാപ്പമാരെത്ര പേരാ? മക്കൾക്ക് സീരിയൽ കാണിച്ചു കൊടുക്കാത്ത വാപ്പമാരെത്ര പേരാ? മക്കൾക്ക് സിനിമയും തോന്നിവാസവും കാണിച്ചു കൊടുക്കാത്ത ഉമ്മമാരെത്ര പേരാ? ഒരൊറ്റ ഉമ്മ വിരലിൽ എണ്ണാവുന്ന 1, 2, 3, 4, 5 ഇങ്ങനെ എണ്ണാനുണ്ടാവുമെന്നല്ലാതെ. മുസ്ലിയാരെ, നിങ്ങൾ ഏത് ലോകത്തുനിന്ന് വന്നതാ തലേക്കെട്ടും കെട്ടിയിട്ട്? ഇത് 21st സെഞ്ചുറിയാ. 21ാം നൂറ്റാണ്ടിനെ പറ്റി എന്തറിയാം മുസ്ലിയാർക്ക്? ഒന്നും അറിയില്ല. ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയിലേക്ക് മംഗൾയാൻ എന്ന പേരുള്ള മാർസ് ഓർബിറ്റൽ മിഷൻ ഇന്ത്യ പറഞ്ഞു വിട്ടതാ. ബംഗളൂരിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയെ നിരീക്ഷിക്കാൻ വേണ്ടി PSLV C-25 എന്ന് പറയുന്ന റോക്കറ്റിന്റെ സഹായത്തോടെ ഇന്ത്യ ചൊവ്വയെ പ്രദക്ഷിണം വെച്ച് ചൊവ്വയെ പര്യവേക്ഷണം നടത്തി പഠിക്കാൻ വേണ്ടി മംഗൾയാനെ പറഞ്ഞു വിട്ട ലോകത്ത് നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് ടെലിവിഷനെതിരെ. കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പറയും ഇയാൾക്ക് തലേക്കെട്ടും കെട്ടിയിട്ട് ഇപ്പോഴും ടെലിവിഷനെതിരെ തേതി കെട്ടി പ്രസംഗിക്കാൻ. എന്റെ വാപ്പ, എന്റെ ഹൃദയമുള്ള ഉമ്മ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ക്യാപ്പബിലിറ്റീസുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഡിഗ്രീസുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസുകൾ ഉണ്ടായിരിക്കാം. ഞാനൊന്ന് പറയട്ടെ, എത്ര മക്കളാ ഈ അടുത്ത സമയത്ത് 7 വയസ്സുകാരനായ പൊന്നും 7 വയസ്സുകാരിയായ പൊന്നുമോളെ മാനഭംഗപ്പെടുത്തിയിട്ട് കൊല ചെയ്ത് ഒരു മരപ്പത്തിനകത്ത് ഒളിച്ചു വെച്ച 12 വയസ്സുകാരനോട്
ചോദിച്ചു, മോനെ ഇതെങ്ങനെ ചെയ്തതാടാ? നിനക്ക് എവിടുന്നാ ഇതിന് മോട്ടിവേഷൻ കിട്ടിയത്, ഇൻസ്പിറേഷൻ കിട്ടിയത്? നീ ആര് പറഞ്ഞിട്ട് ചെയ്തതാ? നിനക്ക് പ്രചോദനം എന്തായിരുന്നു ചെയ്യാൻ? നിന്നെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ചെയ്യാൻ? അവൻ പറഞ്ഞു, വീട്ടിൽ ഞാനിപ്പോൾ ഒരു സിനിമാ രംഗത്തെടുത്ത് വരികയായിരുന്നു കടയിലേക്ക്. അപ്പോഴാണ് ഈ ചെറിയ കുട്ടിയെ വഴിയരികിൽ കണ്ടത്. എനിക്ക് അവളോട് അത്തരം ഒരു ആഗ്രഹം തോന്നി. ഇങ്ങനെ ഒരു സംഭവമല്ല, 100 സംഭവങ്ങൾ. എന്നാ പറയും, ടെലിവിഷനിലൂടെ ഒരുപാട് വാർത്താ വിനിമയ വിസ്ഫോടനങ്ങൾ നടക്കുന്നില്ലെന്ന്. ശരിയാ, നടക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ അതിനേക്കാളൊക്കെ വളരെ ഗൗരവതരമായ അപകടങ്ങൾ അതിനകത്ത് പതിയിരിക്കുകയാണ്. ടെലിവിഷനെ പറ്റി എന്തു പറയാനാണ്? ഇന്റർനെറ്റിന്റെയും ഇൻട്രാനെറ്റിന്റെയും ലോകത്ത് ടെലിവിഷനെ പറ്റി പറഞ്ഞിട്ട് വല്ല പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല. ഇന്റർനെറ്റ് കുട്ടികൾ യൂസാക്കുന്നത്, അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. ആ മൊബൈൽ ഫോണുകളായിട്ട് സ്വമേധയാ അവർ യൂസാക്കുകയാണ്. വീട്ടിൽ അങ്ങനെയല്ല. ഉമ്മ വലതുഭാഗത്തിരിക്കുന്ന, വാപ്പ ഇടതുഭാഗത്തിരിക്കുന്ന, 12 വയസ്സായ പ്രിയപ്പെട്ട പെങ്ങളെ മുന്നിലിരിക്കുന്ന, 13 വയസ്സുകാരനായ പ്രിയപ്പെട്ട ആങ്ങളെ ഇടതുഭാഗത്തിരിക്കുന്ന, കുടുംബസമേതം സിനിമാറ്റിക് ഡാൻസ് കാണുകയാ. അതിനകത്ത് ഡാൻസ് കളിക്കുന്നത് ആ പെണ്ണാണെങ്കിൽ അവളുടെ അന്താരാഷ്ട്രം മറച്ചിട്ടില്ല, അവളുടെ ബംഗ്ലാദേശ് മറച്ചിട്ടില്ല. അവൾ അവളുടെ പരമാവധി ആന്ധ്രാപ്രദേശും ബംഗാൾ ഉൾക്കടലുമെല്ലാം കാണിച്ചു പലതും കുടിക്കുകയും ആട്ടിയും ഒക്കെ ഡാൻസ് കളിക്കുകയാ. 15 വയസ്സുകാരനായ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ അഗ്നിപർവ്വതം പുകയുകയാണ്. ഉമ്മ, അഗ്നിപർവ്വതം പുകയുകയാണ്. വാപ്പ, നിങ്ങളത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളത് കേട്ടിട്ടും കേട്ടില്ല എന്ന് ശ്രമിക്കുന്നു. അവസാനമാ മകൻ കണ്ണുകുടിയനാകും, അവസാനമാ മകൻ പെണ്ണുകുടിയനാകും, അവസാനമാ മകൻ സിനിമാ ഭ്രാന്തനായിട്ട് മാറും. ബാപ്പാ, മരിക്കാൻ കിടക്കുന്ന നിങ്ങളുടെ ചാരത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പിതാവ് മരിക്കാൻ കിടക്കുകയാണ്. ആ മോന്, ഒരു മോനേ ഉള്ളൂ, പഠിപ്പിച്ചു വലിയ മോനാക്കി. അവൻ ഡോക്ടറായി, എഞ്ചിനീയറായി, അവൻ ഒരുപാട് സംഭവങ്ങളൊക്കെ വാരിക്കൂട്ടി. അവൻ വാപ്പാടെ കാലിന്റെ അരികിലിരുന്ന് ഐസൊലേഷൻ വാർഡിൽ ഐസിയുവിൽ ഇരുന്നിട്ട് അവൻ മൊബൈൽ കുത്തി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാപ്പാടെ അവസ്ഥയോ, വാപ്പാക്ക് ശ്വാസോച്ഛ്വാസ ഗതി അത് കിട്ടണില്ല. ഇപ്പോൾ ശ്വാസം വിടാൻ നിങ്ങൾക്ക് വല്ല പ്രയാസമുണ്ടോ സഹോദരങ്ങളെ? എനിക്ക് വല്ല പ്രയാസമുണ്ടോ? പക്ഷേ നമുക്ക് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ഓക്സിജനും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും പുറത്തോട്ട് വിടാന്ന് വെച്ചാൽ നടക്കൂല. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഓക്സിജനെ നമ്മൾ വലിക്കൂ. ആ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ പിന്നെ വലിച്ചാൽ ഓക്സിജൻ കിട്ടത്തില്ല. ഇദാ ജാഅ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഇദാ ജാഅ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അവനവന് നിശ്ചയിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയമെത്തിയാൽ പിന്നെ അയാൾക്ക് ശ്വാസം വലിക്കാൻ കിട്ടില്ല, ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റില്ല. ശ്വാസം വലിക്കാനും നിശ്വാസം വിടാനും കഴിയില്ല. അന്നേരത്ത് വാപ്പാക്ക് പണത്തെപ്പറ്റി ആലോചനയില്ല, അന്നേരത്ത് വാപ്പാക്ക് എസ്റ്റേറ്റുകളെ പറ്റി വിചാരമില്ല, അന്നേരത്ത് വാപ്പാക്ക് ബാങ്ക് ഡിപ്പോസിറ്റുകളെ പറ്റി ആവലാതിയില്ല, അന്നേരത്ത് വാപ്പാക്ക് മക്കളെ പറ്റി വേവലാതിയില്ല, അന്നേരത്ത് വാപ്പാക്ക് ദുനിയാവിലെ ഒരു കാര്യത്തെ പറ്റിയും ഒരു വേവലാതിയും ഒരു ടെൻഷനുമില്ല. വാപ്പാക്കപ്പ വേണ്ട ടെൻഷൻ എന്താ? ശ്വാസം ഒന്ന് നേരെ വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നിശ്വാസം ഒന്ന് ശരിക്ക് വിടാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ടെൻഷനാണ് വാപ്പാടെ ടെൻഷൻ. അവിടെ കോടികൾക്ക് വിലയില്ല, അവിടെ പണക്കെട്ടുകൾക്ക് വിലയില്ല, അവിടെ ബാങ്ക് ഡിപ്പോസിറ്റുകൾക്കും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകൾക്കും യാതൊരു മൂല്യവുമില്ല. അവിടെ മൂല്യമുള്ളത് എനിക്കെന്ന് ശ്വാസോച്ഛ്വാസം, അതിന്റെ ഗതിയൊന്ന് സുഖമായിരുന്നെങ്കിൽ, എനിക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് ശ്വാസോച്ഛ്വാസം നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ അത് മാത്രമാണ് ആ പിതാവിന്റെ ആവലാതി. സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുമോ, എന്തൊരു ദുർഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു ദീനിയായ മകനുണ്ടെങ്കിൽ വാപ്പാ,
നിങ്ങൾ എത്ര പാവപ്പെട്ടവനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര പാമരനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു സ്വാലിഹായ മകനുണ്ടെങ്കിൽ നിങ്ങൾ പണക്കാരനാണ് വാപ്പാ. നിങ്ങൾക്കൊരു സ്വാലിഹത്തായ മകളുണ്ടെങ്കിൽ നിങ്ങൾ പണക്കാരിയാണ് ഉമ്മ. മുകേഷ് അംബാനിയെക്കാളും ടാറ്റയെക്കാളും ബിർളയെക്കാളും ലക്ഷ്മി മിത്തലിനെക്കാളും ബ്രൂണോ സുൽത്താൻ ഹസനുൽ ബോക്കിയെക്കാളും ബിൽ ഗേറ്റ്സിനെക്കാളും വലിയ പണക്കാരൻ നിങ്ങളാണ് വാപ്പാ, നിങ്ങളാണ് ഉമ്മ. എന്താണ് വേണ്ടത്? കോടികളുടെ ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല, ഏക്കർ കണക്കിന് റബ്ബർ എസ്റ്റേറ്റുകളല്ല, ധാരാളം ബിസിനസ് സംരംഭങ്ങളോ കടകളോ അല്ല, കമ്പോളങ്ങളല്ല, മാർക്കറ്റുകളല്ല. നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ ഒരു സ്വാലിഹായ മകൻ നിങ്ങൾക്കുണ്ടോ വാപ്പാ? ഒരു സ്വാലിഹത്തായ മകൾ അത് നിങ്ങൾക്കുണ്ടോ ഉമ്മ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിച്ചു പോകും കേട്ടോ. മുസ്ലിയാരെ കുറെ കൊല്ലമായിട്ടത് കേൾക്കുകയാ. മരിച്ചു പോകുമെന്ന് ആളുകൾ എപ്പോഴും പറയുകയാ. ഞാനിന്ന് 28 വയസ്സുകാരനാ, ഞാനിന്ന് 68 വയസ്സുകാരനാ, ഞാനിന്ന് ചെറുകുള്ള യുവാവാ. ഇന്നും നാളെയുമൊന്നും ഞാൻ മരിക്കുകയില്ല, ഇന്നും നാളെയുമൊന്നും എന്റെ റൂഹ് പിരിയുകയില്ല എന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയിലെ എന്റെ ചെറുപ്പക്കാരെ, എന്റെ പുതിയ തലമുറയിലെ നല്ലവരായ ജനങ്ങളെ, എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ രക്ഷപ്പെടണമെന്ന വിചാരമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്തെടുത്ത് ഒരു വലിയ സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിൽ ഒരു വലിയ സമ്പാദ്യം നിങ്ങൾ ഉണ്ടാക്കണം. പണക്കെട്ടുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, സ്വർണക്കൂമ്പാരങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, വെള്ളിക്കൊട്ടകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു സ്വാലിഹത്തായ മോൻ വേണം ബാപ്പാ, നിങ്ങൾക്കൊരു സ്വാലിഹത്തായ മകൾ വേണം ഉമ്മ. അതുണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചവരാണ്. നിങ്ങൾ പണക്കാരാണ്, നിങ്ങൾ മുതലാളിമാരാണ്, നിങ്ങൾ കോടീശ്വരന്മാരാണ്, നിങ്ങൾ കോടി പ്രഭുക്കളാണ്. രാജാക്കന്മാരെക്കാൾ, സുൽത്താൻമാരെക്കാൾ, പ്രൈം മിനിസ്റ്റർമാരെക്കാൾ, ലോകത്തുള്ള ഏത് വലിയ വമ്പന്മാരെക്കാൾ വലിയ പണക്കാർ നിങ്ങളാണ്, വലിയ ആളുകൾ നിങ്ങളാണ്. എന്തു വേണം? ഉമ്മമാരെ നിസാരമായി കാണല്ലേ ഉമ്മ. വളരെ നെവർമൈൻഡായിട്ട് ഒരു മുത്തഅല്ലിമിന്റെ വർത്തമാനമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ ഉമ്മ. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇതിന്റെ ഗൗരവം അറിയണമെങ്കിൽ റൂഹങ്ങ് പിരിഞ്ഞു പോകണം, ഖബറിലേക്ക് പോകണം ഉമ്മ. ബക്കറ്റ് കളക്ഷനുമായി സംഘാടകർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. ഒരു സ്വലാത്ത് എല്ലാവരും ചൊല്ലി, എല്ലാവരും ചൊല്ലണം. പുന്നാര നബിയുടെ സ്വലാത്ത് അത് തട്ടിക്കളയത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ആളുകളാണ്, ചെറിയ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ എങ്ങനെയാ മുസ്താദേ പൈസ ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പരാജയം സംഭവിക്കും, വലിയ തോൽവി സംഭവിക്കും. ഇലക്ഷനിൽ തോൽക്കുന്നത് തോൽവിയല്ല, ഇലക്ഷനിൽ തോൽക്കുന്നത് തോൽവിയല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തോൽക്കുന്നത് തോൽവിയല്ല. സഹോദരങ്ങളെ, SSLC എക്സാമിൽ തോൽക്കുന്നത് തോൽവിയല്ല. എവിടെയാണ് തോൽക്കുന്നതെന്നറിയുമോ? ഖബറിൽ നിന്ന് തോറ്റുപോയാൽ
القبر أول منزل من منازل الآخرة. ദുനിയാവിൽ തോറ്റുപോയേ ഖബറിൽ നിന്ന് തോറ്റുപോയാൽ ആഖിറത്തിൽ തോറ്റുപോയേ പിന്നവൻ ജയിക്കുകയില്ല, പിന്നെ ജയം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, എന്റെ ഉമ്മമാരെ, അല്ലാഹു വലിയ അമാനത്തായിട്ടാണ് മക്കളെ തന്നത്. ഇത് പറയുമ്പോ എത്രയോ ആളുകൾക്ക് മക്കളില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിൽ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ബിഹഖ്ഖി നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് കുറച്ച് ആളുകളൊക്കെ അയാൾ ചെല്ലുവല്ലേ സ്വലാത്ത്, പിന്നെന്തോത്തിനാ ഞാൻ ചെല്ലുന്നതെന്ന് ചിന്തിക്കുന്നു കുറെ ആളുകൾ. ചെറുപ്പക്കാരെ, ഒന്ന് സ്വലാത്ത് ചൊല്ലിയേ മദീനയിലെ രാജാവിന് സന്തോഷമുണ്ടാകട്ടെ. ഈ നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ മദീനയിലേക്ക് പോകണം. സ്വലാത്ത് ചൊല്ല്, അല്ലാഹു സ്വീകരിക്കും, അത് പാഴായി പോകില്ല. നാളെ ഖബറിൽ നമുക്കതിന്റെ പ്രതിഫലം കാണാം, നാളെ ആഖിറത്തിൽ നമുക്കതിന്റെ പ്രതിഫലം കാണാം. സല്ലല്ലാഹു അലാ محمد وعليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله. അൽഹംദുലില്ലാഹ്. എവിടെ പോയിരുന്നു? ബക്കറ്റ് ബസ്സിലൊക്കെ വരണ്ടേ, കാണുന്നില്ലല്ലോ. ബക്കറ്റ് ദിവസം കഴിഞ്ഞോ? അല്ലാഹുവേ, ഈ സദസ്സിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നല്ല വീട് നൽകണേ അല്ലാഹ്, നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്, നല്ല സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്, നല്ല സൗഭാഗ്യങ്ങൾ കൊടുക്കണേ അല്ലാഹ്. ഖൽബിൽ എന്ത് നല്ല മുറാദ് വെച്ചിട്ട് വന്നോ അവരുടെ മുറാദുകൾ ഹാസിലാക്കുക അല്ലാഹ്. ബിഹഖ്ഖി നബി മുഹമ്മദിൻ. ആത്മാർത്ഥമായിട്ട് ദുആരക്കാർ സഹോദരങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എല്ലാ ആളുകളും നരകത്തിൽ പോകും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ നബാ. സുബ്ഹാനല്ലാഹ്, എല്ലാ ജനങ്ങളും സ്വർഗ്ഗക്കാരാകും, ചില ജനങ്ങളെല്ലാം നരകത്തിലേക്കും പോകും. ജനങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് പോകും, ചില ജനങ്ങളെല്ലാം നരകത്തിലേക്കും പോകും. അവരാരാണ്? ഇല്ലാമൻ നബാ, വിസമ്മതം പ്രകടിപ്പിക്കുന്ന ആളുകൾ, വിലങ്ങായി നിൽക്കുന്ന ആളുകൾ. സഹാബത്ത് ചോദിച്ചു, വമൻ നബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ വിസമ്മതത്തിന്റെ ആളുകൾ? ആരാണ്? നിഷേധത്തിന്റെ ആളുകൾ ആരാണ്? നന്മകളോട് മുഖം തിരിച്ചു വിളഞ്ഞു നിൽക്കുന്ന ആളുകൾ ആരാണ്? മൻ അതാനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞു, നോമ്പെടുക്കാൻ പറഞ്ഞു, കള്ളു പിടിക്കല്ലേ എന്ന് പറഞ്ഞു, പെണ്ണ് പിടിക്കല്ലേ എന്ന് പറഞ്ഞു, തോന്നിവാസം കാണല്ലേ എന്ന് പറഞ്ഞു, 5 നേരം നിസ്കരിക്കണേ എന്ന് പറഞ്ഞു, റമളാനെ ബഹുമാനിക്കണേ എന്ന് പറഞ്ഞു, ഔറത്ത് മറച്ച് പാലിച്ച് അല്ലാഹുവിനെ പേടിച്ച് തെരുവിന്റെ കടലയിൽ അഴിഞ്ഞാട്ടം നടത്താതെ അടങ്ങി ഒതുങ്ങി കഴിയണേ എന്ന് പറഞ്ഞു. ഇതെല്ലാം കാറ്റിൽ പറത്തി ജീവിച്ച ആളുകളില്ലേ? കള്ളുകുടിയന്മാർ, പെണ്ണുകുടിയന്മാർ, ചൂടുകളിയന്മാർ, പലിശക്കാർ, നിസ്കരിക്കാത്തവന്മാർ, അവരും നരകത്തിലാണ്. നിസ്കരിക്കുന്നവരെ, നോമ്പെടുക്കുന്നവരെ, സുഹൃതം ചെയ്യുന്നവരെ, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, ദാനം കൊടുക്കുന്നവരെ, ധർമ്മം ചെയ്യുന്നവരെ, അല്ലാഹുവിനെ പേടിച്ച് പടച്ചവന്റെ ദുനിയാവിൽ സുഹൃതന്മാരായി ജീവിക്കുന്ന, പാതിരാത്രി ആരുമാരും കാണാതെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുള്ളവരെ, അല്ലാഹുവിനെ ഓർത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുന്നവരെ, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
والعصر بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات إلا الذين آمنوا وعملوا الصالحات. സുബ്ഹാനല്ലാഹ്. എത്ര വട്ടം നമ്മൾ പള്ളിയെ നിസ്കരിക്കാൻ പോയിരുന്നപ്പോ ഉസ്താദ് ഇങ്ങനെ ഓതി മഗ്രിബിനെ നമ്മളിങ്ങനെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ കേട്ടിട്ടും വെച്ച് ഈ ചെവിയിലൂടെ അതങ്ങ് പോയെന്നല്ലാതെ എന്തുവാ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. കാലത്തെ തന്നെയാണ് സത്യം. മനുഷ്യകുലം മുഴുവനും വ്യസനത്തിലാണ്, ദുഃഖത്തിലാണ്, നഷ്ടത്തിലാണ്, തകർച്ചയിലാണ്, ശൂന്യതയിലാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്, എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഇല്ലല്ലദീന ആമനൂ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച ആളുകൾ അവർ രക്ഷപ്പെട്ട ആളുകളാണ്. അല്ലാഹുവിന് വേണ്ടി കൃത്യമായി നിസ്കരിച്ചവർ, നോമ്പനുഷ്ഠിച്ചവർ, കള്ളുകുടിക്കാത്തവർ, പെണ്ണ് പിടിക്കാത്തവർ, പലിശയിടപാട് നടത്താത്തവർ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ അവർ രക്ഷപ്പെട്ട ആളുകളാണ്. സത്യം കൊണ്ടും പരസ്പരം ക്ഷമ കൊണ്ടും പരസ്പരം സത്യം കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്ത ആളുകൾ, ഉപദേശിച്ച ആളുകൾ, പരസ്പരം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശം ചെയ്ത ആളുകൾ അവർ ജയിച്ച ആളുകളാണ്. അല്ലാത്തവർ മുഴുവനും പരാജയപ്പെട്ട ആളുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. കാരണം എപ്പോഴാണ് നമ്മൾ യാത്രയാകുക എന്ന് പറയാൻ പറ്റില്ല. ദുനിയാവിൽ എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും കണ്ടില്ലേ അബുൽ ഫക്കീർ ജൈനുല്ലാബിദീൻ അബ്ദുൽ കലാം എന്ന അബ്ദുൽ കലാം ആരായിരുന്നു? APJ അബ്ദുൽ കലാം, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ മിസൈൽ മാൻ എന്ന് അറിയപ്പെട്ടിരുന്നയാളാണ് അബുൽ ഫക്കീർ ജൈനുല്ലാബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞ ആ മംഗൾയാൻ ചൊവ്വായ ലക്ഷ്യം വെച്ചിട്ട് ബംഗളൂരിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയരുമ്പോൾ ആ മംഗൾയാൻ എന്ന മാർസ് ഓർബിറ്റൽ മിഷന്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിൻ സാക്ഷാൽ APJ അബ്ദുൽ കലാമിന്റെ ബ്രെയിനാണ്. അഗ്നി മിസൈൽ എന്ന് പറയുന്നൊരു മിസൈൽ ഉണ്ടാക്കി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആളാണ് APJ അബ്ദുൽ കലാം. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാനായ മനുഷ്യനെന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ഭുത മനുഷ്യനാണ് സർ APJ അബ്ദുൽ കലാം. കാരണം എന്താണെന്നറിയുമോ? ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു, പ്രതിരോധം, ശാസ്ത്രം, പോരാ ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരത്വം, രാഷ്ട്രപതി. ആ മൂന്ന് പദവികളും ഒരേ സമയം ഈക്വലായി കൈകാര്യം ചെയ്ത ഇന്ത്യ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ശേഷം ഇത്രയും വലിയൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ സർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ജനനം എന്നാണെന്ന് നിഗമിക്കാൻ അദ്ദേഹത്തിന് പെർമിഷൻ ഇല്ലായിരുന്ന സഹോദരങ്ങളെ. അദ്ദേഹം എവിടെ വെച്ചാണ് മരണപ്പെടുന്നതെന്ന് പറയാൻ APJക്ക് അധികാരമില്ലായിരുന്ന സഹോദരങ്ങളെ. രാമനാഥപുരത്താണ് ജനിച്ചതെങ്കിൽ ഷില്ലോങ്ങിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. താൻ മരണപ്പെടുമെന്ന് തന്റെ കാൽക്കുലേഷനിൽ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഷില്ലോങ്ങിൽ മരിക്കാൻ പോയതല്ല. ബുദ്ധിമാന്മാരായി ഒരുമിച്ച് കൂടിയ കുട്ടികൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു വലിയ സെമിനാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ
അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അബ്ദുൽ കലാമിനെയും കൊണ്ട് പറന്നുപോയത് എന്നല്ല ഐസക് ന്യൂട്ടൻ അറിയുമോ? ഗ്രാവിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഐസക് ന്യൂട്ടന് സാധിച്ചിട്ടില്ല തന്റെ ജനനത്തെപ്പറ്റിയും തന്റെ മരണത്തെപ്പറ്റിയും നിർണയിക്കാൻ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ എന്ന് ലോകം വിളിക്കപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് സംരക്ഷിക്കുന്ന ശാസ്ത്രജ്ഞനാ. അയാളുടെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധി രാജാവായി വാഴ്ത്തപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് അയാളെന്ന് മരിക്കുമെന്ന് നിർണയിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബ്രെയിനുകളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു തലമില്ല. ഇതാണ് ലോകത്തെ ബുദ്ധിമാന്മാരുടെ അവസ്ഥയെങ്കിൽ എന്റെ ഹൃദയമുള്ള ഉപ്പ, എന്റെ വിനയമുള്ള ഉമ്മ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഇന്നല്ലെങ്കിലും നാളെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന ആളുകളാ. മരണപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കണ്ടേ? 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണ്ടേ? റമളാനെ ആദരിക്കണ്ടേ? കള്ളുകുടിക്കാതെ പെണ്ണുകുടിക്കാതെ പലിശയിടപാട് നടത്താതെ നല്ലൊരു ജീവിതം നയിക്കണ്ടേ? എന്റെ ഉമ്മ, എത്രയാ സിനിമ കണ്ട് നിങ്ങൾ ആയുസ് തീർത്തത്? 1, 2, 3, 4, 5 മണിക്കൂർ ടെലിവിഷന്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? എത്ര സമയമാ അതെല്ലാം നിങ്ങൾ നരകത്തിലേക്ക് മാടി വിളിക്കുമ്പോൾ മദീനയിലെ രാജാവിനെ ഒന്ന് ഓർത്തുകൂടായിരുന്നു പെങ്ങളെ? ഒരു സ്വലാത്ത് മദീനയിലേക്ക് അയക്കാമായിരുന്നില്ലേ എന്റെ ചെറുപ്പക്കാരാ? മദീനയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അറിയുമോ? നിങ്ങൾ ന്യൂയോർക്കിൽ പോയാൽ കുറെ കെട്ടിടങ്ങൾ കാണാമെന്നേ ഉള്ളൂ. നിങ്ങൾ വാഷിംഗ്ടണിൽ പോയാൽ കുറെ ഫ്ലാറ്റുകൾ കാണാമെന്നേ ഉള്ളൂ. നിങ്ങൾ ഫ്രാൻസിൽ പോയാൽ, നിങ്ങൾ ജർമ്മനിയിൽ പോയാൽ അവിടെയും കുറെ കെട്ടിട സമുച്ചയങ്ങൾ കാണാമെന്നേ ഉള്ളൂ. നിങ്ങൾ താജ്മഹൽ കാണാൻ പോയാൽ, നിങ്ങൾ കുത്തബ് മീനാർ കാണാൻ പോയാൽ ആ കെട്ടിടങ്ങൾ കണ്ടുവരാമെന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും മദീനയിൽ പോയാൽ മൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി, മൻസാറ ഖബരി, എന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ, എന്റെ കബറ് ആരെങ്കിലും സന്ദർശിച്ചാൽ, എന്റെ മദീനയിൽ ആരെങ്കിലും വന്നാൽ വജബത് ലഹു ശഫാഅതി, നാളെ പടച്ചവന്റെ പരലോകത്ത് ആരും സഹായത്തിനില്ലാത്ത പരലോകത്ത് ഞാനവരെ സഹായം ചെയ്യുമെന്ന ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, my heart is so full of longing, I wish to be close to my beloved. I dream to walk in the streets of Medina and quench the thirst of my spirit by visiting you, Muhammad. Assalamu alayka ya Rasulullah, assalamu alayka Ahmad ya Habiballah, assalamu alayka ya. മദീനയിലെ രാജാവിന് കൽബ് കൊടുക്കാൻ എത്ര ചെറുപ്പക്കാർക്കാ കഴിഞ്ഞിട്ടുള്ളത്? എത്ര ഉമ്മമാർക്കാ സാധിച്ചിട്ടുള്ളത്? നമ്മൾ ദുനിയാവിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ഫിത്ന പറഞ്ഞ്, ഫസാദ് പറഞ്ഞ്, ആളുകളെ പറ്റി നുണ പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഉമ്മ, നിങ്ങളെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഉമ്മ. ഇന്ന് ലൈസൻസ് ഇല്ലാത്തൊരു കാര്യമായി നാവ് മാറിയിരിക്കുകയാണ്. ആളുകളെ പറ്റി പരസ്പരം ആളുകൾ നുണ പറയുന്നു. ഇന്ന് വാട്സാപ്പ് ഫിത്നയുടെ ആപ്പാണ്,
ഫേസ്ബുക്ക് ഫിത്നയുടെ ബുക്കാണ്. ലോകം മുഴുവൻ ഫിത്ന കൊണ്ട് നിറഞ്ഞുപോയൊരു കാലമാണ്. ആർക്കും ആരെയെപ്പറ്റിയും എന്തും പറയാമെന്നുള്ളൊരവസ്ഥ ഇന്ന് ലോകത്ത് സംജാതമായിരിക്കുകയാണ്. ആലിങ്ങളുടെ മേൽക്കെട്ട് കുതിര കയറാൻ ചില ഭിക്കാരികളും ചമ്മാടികളും രംഗത്തിറങ്ങിയ കാലമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കറിയുമോ മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആരാണ്? അഹ്സനുന്നാസി ലിനഫ്സിഹി അംലകുഹും ലിലിസാനിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? പ്രസംഗിക്കുന്ന മുസ്ലിയാരല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാന്നറിയുമോ? നിങ്ങളുടെ നാവിന്റെ മേൽ അധികാരമുള്ളവനാണ്. നിങ്ങളുടെ നാവിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമില്ലേ? നമ്മുടെ കൈയുടെ മേൽ നമ്മൾക്ക് അധികാരമില്ല. നമ്മുടെ കാലിന്റെ മേൽ നമ്മൾക്ക് അധികാരമില്ല. നമ്മുടെ കണ്ണിന്റെ മേൽ, കാതിന്റെ മേൽ, കൈയിന്റെ മേൽ, കാലിന്റെ മേൽ, കണ്ണിന്റെ മേൽ അധികാരമില്ല. അതെങ്ങനെയാ? നമ്മൾ കാണണ്ടെന്ന് കരുതുന്ന പലതും കണ്ടുപോണു. കണ്ണിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ കാണണ്ട എന്ന് തീരുമാനിച്ചത് കാണുമോ സഹോദരങ്ങളെ? കേൾക്കണ്ട എന്ന് വിചാരിച്ചത് നമ്മുടെ ചെവികളുടെ മേൽ നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമോ സഹോദരങ്ങളെ? നമ്മൾ പോകണ്ട എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ കാല് പോകുന്നുവെങ്കിൽ നമ്മുടെ കാലിന്റെ മേൽ നമുക്ക് അധികാരമില്ല. ഇതുപോലെയാണ് നാവിന്റെ കാര്യത്തിലും. നമ്മുടെ നാവ് തന്നെയാ, പക്ഷേ നമ്മുടെ നാവിന്റെ മേൽ നമുക്ക് അധികാരമില്ല. ആരെ പറ്റിയും എന്ത് ഫിത്നയും എന്ത് ഫസാദും എന്ത് നുണയും ലാഘവത്തോടെ ജനങ്ങൾ പറയുന്ന കാലമാണ്. അതുകൊണ്ടാണ് ഇമാം ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? അഹ്സനുന്നാസി ലിനഫ്സിഹി അംലകുഹും ലിലിസാനിഹി. അവന്റെ നാവിന്റെ മേൽ അധികാരമുള്ളവൻ അവനാണ് ഏറ്റവും നല്ലവൻ ജനങ്ങളിൽ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ? അവിടുന്ന് പറഞ്ഞിട്ട് പറയുന്നു, ബൈനമാ അനസീറു ഫീ നവാഹി ശാം. സുബ്ഹാനല്ലാഹ്, ഞാനൊരു തീരത്തുകൂടെ ഇങ്ങനെ നടന്ന് പോകുകയാണ്. ഇത് വഖഫ്തു ഇലാ റൗളത്തിൻ ഖമറാ. അതാ ഒരു മനോഹരമായ പൂന്തോപ്പിൽ, ആ ഒരു മനോഹരമായ പൂന്തോപ്പിന്റെ ചാരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു മനോഹരമായ പൂങ്കാവനം ഇങ്ങനെ കാണുകയാണ്. ആ പൂങ്കാവനത്തിന്റെ ചാരത്ത് ഞാൻ നോക്കിയപ്പോൾ ഫീ വസ്തിഹാ ശാബ്ബുൻ ഖായിമുൻ യുസല്ലി തഹ്ത ശജറത്തി തുഫാഹ്. ഒരു മനോഹരമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന രാപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഒരു യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് ഞാൻ നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വസല്ലംതു അലൈഹി. ഞാൻ അയാളുടെ ചാരത്ത് എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫലം യറുദ്ദ അലയ്യ സലാം. അയാൾ സലാം മടക്കുന്നില്ല, എന്നോട് സലാം മടക്കിയില്ല. ഫസല്ലംതു അലൈഹി താനിയൻ. ഞാൻ രണ്ടാമതും അയാളോട് സലാം പറഞ്ഞു, അയാൾ മടക്കിയില്ല. കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ അയാളുടെ വിരൽ തുമ്പുകൊണ്ട് തന്റെ മുന്നിലുള്ള മണൽത്തരിയിൽ ഇങ്ങനെ മനോഹരമായ ഒരു കവിത അയാളെഴുതുകയാണ്. മുനിഅൽ ലിസാനു മിനൽ കലാമി ലിഅന്നഹു ഹദ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി
فإذا نطقت فكن لربك ذاكرا لا تنسه واحمده في الحالات. സംസാരത്തിൽ നിന്ന് വിപത്തുകളെ സുബ്ഹാനല്ലാഹ് വലിച്ചു കൊണ്ടുവരുന്ന എന്റെ നാവില്ലേ, അത് ഞാനൊന്ന് മുറിച്ചു മാറ്റിക്കളഞ്ഞേ. സംസാരം, ഫിത്ന, ഫസാദ്, കള്ളം, കള്ളത്തരം, തോന്നിവാസം, നെറികേട്, വൃത്തികേട്, ഇതെല്ലാം പറയുന്ന എന്റെ നാവിനെ ഞാനങ്ങ് മുറിച്ചു കളഞ്ഞ് പിന്നോനിൽ മുസ്ലിങ്ങളെ لا تنسه واحمده في الحالات. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ നാവുള്ളയാളാണ്. ഒന്നാമത് നിങ്ങൾ സലാം അടക്കിയപ്പോ ഞാൻ സലാം മടക്കിയില്ല. രണ്ടാമത് നിങ്ങൾ സലാം പറഞ്ഞപ്പോ ഞാൻ മടക്കിയില്ല. മൂന്നാമത് പറഞ്ഞപ്പോഴും ഞാൻ മടക്കിയില്ല. എനിക്ക് നാവില്ല തങ്ങളെ. ഉണ്ടായിരുന്ന നാവ് ഫിത്ന പേടിച്ച്, ഫസാദ് പേടിച്ച്, കള്ളത്തരം പേടിച്ച് ഞാനങ്ങ് മുറിച്ചു മാറ്റിക്കളഞ്ഞു തങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അല്ലാഹുവിനെ സ്മരിക്കുന്നത് നിങ്ങൾ പറയണം തങ്ങളെ. ലാ തൻസഹു വഹമ്മദുഹു ഫിൽ ഹാലാത്തി. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കാൻ മറക്കണ്ട തങ്ങളെ. മുസ്ലിങ്ങൾ പറയുകയാണ്, ഞാൻ ഒരുപാടങ്ങ് കരഞ്ഞേ. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എഴുന്നേറ്റെന്റെ അടുത്തേക്ക് വരുമോ? അലീമായ പടച്ചവൻ നമ്മളെ പറഞ്ഞതും കേട്ടതുമല്ല. നമ്മളുടെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള സുഹൃതമായി സാധുക്കളായ മോശക്കാരായ തെറ്റുകാരായ നമ്മിൽ നിന്ന് പടച്ചവൻ തൗഫീഖ് നൽകി നമ്മളിൽ നിന്ന് സ്വീകരിച്ചു നൽകട്ടെ. എന്റെ അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് അടുത്തേക്കുക. നിങ്ങളെ ഞാൻ വിളിക്കുന്നത് ഇൽമിന്റെ സദസ്സിലേക്കാണ്. ഞാൻ നിങ്ങളോട് കോമഡി പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് സിനിമാ കഥ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് സീരിയലുകളോ ആൽബം പാട്ടുകളോ പാടിത്തന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുഴുവനും അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീന് പറയാൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പണക്കെട്ടുകൾ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് അടുത്തേക്ക് വരുമോ? ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇൽമു പറഞ്ഞ മജ്ലിസാണ്. നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. അവിടുന്ന് പറയുകയാണ്, ധാരാളം ഞാൻ കരഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു മനോഹരമായ പൂങ്കാവനത്തിൽ അല്ലാഹുവിനെ സ്മരിച്ച് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വമേധയാ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? അല്ലാഹുവിനെ പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ദുന്നൂനുൽ മുസ്ലിങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ എഴുതിയ എഴുത്തുകളുണ്ടല്ലോ, നാവിലൂടെ പറഞ്ഞാൽ മോനെ അതങ്ങ് പാസ്സായി പോകും. നാവിലൂടെ അത് ആ ബോക്സിന്റെ അടുത്ത് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് മാറി എന്നാണ് അത് അങ്ങനെ അത് അടുത്തേക്കുന്ന ചിലപ്പോൾ ഹൗളിലുണ്ടാവുന്നത്. ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ. നീ നാവുകൊണ്ട് പറയുന്നത് അതിങ്ങനെ ശബ്ദമായിട്ട് അങ്ങ് പോകും. പക്ഷേ എഴുതുന്നത് അത് അവിടെ ഇരിക്കും, കാലങ്ങളെ അതിജയിക്കും, ലോകങ്ങൾ അത് ആവർത്തിച്ച് കാണും എന്നൊക്കെ ദുന്നൂൽ മിസ്രി തങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ
ആ യുവാവായ ചെറുപ്പക്കാരൻ ഫസാഹ ശാബ്ബു സൈഹതൻ ഫഖദ് ഫാറഖ ദുനിയാ. ആ ചെറുപ്പക്കാരൻ അന്നേരത്ത് മരണപ്പെട്ടു പോകുകയാണ് സഹോദരങ്ങളെ. ഞാൻ പടച്ചവനെ പേടിച്ചിട്ടാണ് എന്റെ നാവ് മുറിച്ചത്. ഇപ്പൊ ദുന്നൂറിൽ മിസ്രി ഞങ്ങൾ പറയുന്നു, നിന്റെ എഴുത്ത് അത് കാലങ്ങളെ അതിജയിക്കും. മഴ വന്നാലും കാറ്റു വന്നാലും കാലം മാറി മറിഞ്ഞാലും നിന്റെ ഗ്രന്ഥങ്ങൾ ആളുകൾ വായിക്കും. നിന്റെ എഴുത്തും നിന്റെ നാവിനേക്കാൾ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ആഖിറത്തിലേക്കെന്ന സന്ദേശം വരുന്ന ആ സന്ദേശം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെന്ന് ചെറുപ്പക്കാരനായ സഹോദരൻ മരണപ്പെട്ടു പോയിരുന്ന മഹാനായ ദുന്നൂനിൽ മിസ്രിതങ്ങൾ പറയുകയാണ്, ഞാനാ ജനാദയെടുത്ത് കബറടക്കാൻ വേണ്ടി തുനിഞ്ഞതാണ്. അന്നേരത്ത് ആകാശലോകത്ത് നിന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ജനാദ വർത്തമാനം പറയുകയോ മയ്യിത്ത് സംസാരിക്കുകയോ. ദുന്നൂനിൽ മിസ്രി നിങ്ങൾ പറയുകയാണ്, ആ ജനാദയിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, എന്നെ വിട്ടേച്ചു പോകൂ, എന്നെ ഉപേക്ഷിച്ചു പോകൂ, എന്നെ തൊടണ്ട, എന്നെ നിങ്ങളുടെ കഫം പുറവ ധരിപ്പിക്കണ്ട. എന്നോട് എന്റെ പടച്ചവൻ കരാറ് തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജനാസ അത് മലക്കുകൾ മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്ന് എന്നോട് എന്റെ റബ്ബെനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖല്ലി അൻഹു, എന്റെ ജനാസ കഫം പുടവ ധരിപ്പിക്കണ്ട, നിങ്ങൾ പോകൂ ദുന്നൂനിൽ മിസ്രി തങ്ങളെ. വിജനമായ ഏകാന്തമായ സ്ഥലത്ത് ആ ജനാസയെ ഞാൻ ഉപേക്ഷിച്ച് തന്നെ നടന്നു പോകുകയാണ്. കുറെ നടന്നിട്ട് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹ്, ഫലം അജിദ് ലഹു വതറൻ വലാ അറഫ്തു ലഹു ഖബറാ. അവിടെ ജനാസ കിടന്ന അടയാളം പോയിട്ട് ഒരൊറ്റ വസ്തുവും അവിടെ കാണുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ ജനാസയെ അല്ലാഹുവിന്റെ മലക്കുകളങ്ങ് ഖബറടക്കം ചെയ്തു കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇവരൊക്കെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളാണ്. അൽ-ഫുതുഹാത്തുൽ വഹബിയ്യ ബിശറഹി 40 ഹദീസ് നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ശൈഖ് ഇബ്രാഹിം ഇബ്നു അത്തിയത്ത് സബർഹൂത്തി അൽ-മാലിക്കി എന്ന പണ്ഡിതൻ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ ഉമ്മ, നിങ്ങൾക്ക് എത്ര വയസ്സെന്ന് പ്രായമായി? എനിക്ക് 27 വയസ്സ് കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇനി എത്ര കാലമാണ് ഞാൻ ജീവിക്കുക എന്നറിയില്ല. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചെന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഈ വയലിന്റെ സദസ്സിലേക്ക് വരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു 21-കാരനായ ചെറുപ്പക്കാരന്റെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഖാദിസിയയിൽ പഠിച്ചൊരു വിദ്യാർത്ഥി. അവൻ ബൈക്കും അവൻ ഓടിച്ചിരുന്ന ബൈക്കും ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ട് അവന്റെ ജനാസ ഇന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ച് ഞങ്ങൾ ആ ജനാസ സംസ്കരണ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളിൽ എത്രയാളുകളാണ് ബൈക്ക് യാത്രികരായിട്ടുള്ളത്? നിങ്ങളിൽ എത്രയാളുകളാണ് വാഹനയാത്രികരായിട്ടുള്ളത്? ചില ആളുകൾ പറയും, എനിക്ക് ബൈക്കറിയില്ല, എനിക്ക് കാററിയില്ല. പക്ഷേ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകാറില്ലേ? നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അശ്രദ്ധയുണ്ടായിട്ട് മുന്നേ പോകുന്ന ബസ്സിൽ കൊണ്ടുപോയിരിക്കുകയോ, അതല്ല നിങ്ങൾ ശ്രദ്ധിച്ചാണ് പോകുന്നതെങ്കിലും എതിരെ വരുന്നവൻ അശ്രദ്ധമായി വന്ന് നിങ്ങൾ ഇടിക്കുകയോ ചെയ്താൽ 18 വയസ്സുകാരനായ മോനെ, നീ നിന്റെ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുമ്പോൾ നിന്റെ തലയിലെ തലാമസിന് വല്ല കുഴപ്പമുണ്ടെന്നാൽ പിന്നെ നീ സുബ്ഹാനല്ലാഹ്
നിന്റെ ആരോഗ്യമുള്ള കാലുകുത്തിയിട്ട് ഈ നിരത്തിലൂടെ നടക്കാൻ പറ്റുന്നവനല്ല. നീ നിന്റെ ബൈക്ക് പിന്നെ ഓടിക്കാൻ പറ്റുന്നവനല്ല. നിന്റെ ഉമ്മയോട് വർത്തമാനം ശരിക്ക് പറയാൻ പറ്റുന്നവനല്ല. ഒരു കിടക്കയിൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന എത്ര ആളുകളാണ്. തിരൂരിൽ വയലിന് പോയപ്പോൾ ഞാനൊരു പിതാവിനെ കാണുകയാണ്. അദ്ദേഹം 10 വർഷമായി അപകടത്തിൽപ്പെട്ട് തളർന്നു കിടക്കുന്ന പിതാവാണ്. മുതല്ലിമായ മകൻ വന്നിട്ട് വലത്തോട്ട് ചരിച്ചു കിടത്തിയപ്പോൾ പിതാവ് വലത്തോട്ട് ചരിഞ്ഞു കിടക്കുകയാണ്. ഇടത്തോട്ട് ചരിച്ചു കിടത്തിയപ്പോൾ ആ പിതാവ് ഇടത്തോട്ട് ചരിച്ചു കിടത്തിയപ്പോൾ കിടക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോ ഞാൻ ചിന്തിക്കും ഇതെനിക്ക് പ്രസംഗിക്കാനുള്ളതാണെന്ന്. നിങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകാനുള്ളതാണെന്ന്. ആലങ്കോട് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്താണ്. ഏരൂർ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ ഞാൻ കാണാൻ പോയി. 7 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ആ ഉസ്താദ് അവിടെ ഞങ്ങളെ കൂടുതലെല്ലാം വേണ്ടി പറഞ്ഞയച്ചതാണ്. ആ കുട്ടിയെ കാണിക്കാൻ വേണ്ടി എന്നെ വാപ്പ കൊണ്ടുപോകുമ്പോൾ വാപ്പാടെ ഗേറ്റിന്റെ മുന്നിൽ വന്ന് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ട് സ്റ്റിയറിംഗിൽ തല വെച്ചിട്ട് അയാൾ പൊട്ടി കരയുകയാണ്. അയാൾ പറഞ്ഞു, ഉസ്താദേ, സാധാരണഗതിയിൽ ഞാൻ ഈ ഗേറ്റിന്റെ മുന്നിൽ വന്നിട്ട് ഹാനടിച്ചാൽ എന്റെ മോള് ഓടി വന്ന ഉപ്പാ വാപ്പി എന്ന് വിളിച്ച് ഓടി വന്ന് എന്റെ പൊന്നുമോളിന്റെ ഗേറ്റ് തുറന്നു തരും. അവൾ എന്റെ കാറിനകത്ത് കയറി ഞങ്ങൾ ഒരുമിച്ചാണ് പോർച്ചിലേക്ക് കാറ് കയറ്റുക. ഇന്ന് ഞാൻ ഹാണടിച്ചാൽ എന്റെ മോള് വരാറില്ല. ഇനി അഥവാ വന്നില്ലെങ്കിലും നീ വാപ്പ വന്നു എന്നറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറഞ്ഞയാള് പൊട്ടിക്കരയുകയാണ്. കാരണം എന്താണ്? എന്റെ മകളെ നബിദിനത്തിന് പള്ളിയിൽ മുത്തുനബിയുടെ മദ്ഹ് പാടിയിട്ട് പ്രൈസ് മേടിച്ച കുട്ടിയാണ് ഉസ്താദേ. അവള് ഫാത്തിഹ ഓതിയിട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചു കുട്ടികൾക്കിടയിൽ ഖുർആൻ പാരായണത്തിന്. പക്ഷേ അവളൊന്ന് വീണു, കാലൊന്ന് സ്ലിപ്പായി മുറ്റത്ത് വീണതാണ്. തല അത് വാക്കല്ലാതെ എവിടെയോ കൊണ്ടുപോയി. ഇപ്പോൾ അവൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. ഞാൻ പോയി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ കുഞ്ഞുമോള്, 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞുമോള്, നിങ്ങളിരിക്കുന്ന ഫൈബർ കസേര പോലത്തെ ഒരു കസേരയിൽ ആ കുട്ടിയുടെ 2 കൈയും ഇങ്ങനെ ഷോൾ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ചെറിയ കുട്ടിയെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ആ പിതാവ് പൊന്നുമോളുടെ ഫ്രോക്ക് ഇങ്ങനെ ഉയർത്തി കാണിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ആ പൊന്നുമോൾ അവളുടെ കൈകൾ സ്വയം കടിച്ചു പറിക്കുകയാണ്. അഴിച്ചുവിടാൻ നിർവാഹമില്ല. അഴിച്ചുവിട്ടാൽ സ്വയം കൈ കടിച്ചു പറിക്കുകയാണ്. തറയിൽ നിലത്ത് കിടത്താൻ വയ്യ. നിലത്ത് കിടത്തിയാൽ തല കൊണ്ട് സ്വമേധയാ നിലത്തടിച്ച് തലയിൽ മുഴുവൻ മുറിവുകളാണ്. വാപ്പമാരെ, എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുമക്കളില്ലേ? എന്റെ വീട്ടിൽ കുഞ്ഞുമക്കളില്ലേ? നമ്മൾ അവരെ ജീവനെ പോലെ സ്നേഹിക്കുന്നില്ലേ? അവരെത്ര തവണയാണ് കാലുവെത്തി വീഴുന്നത്? അവര് സിമ്പിളായി എഴുന്നേറ്റ് പോകുന്നില്ലേ? ഇതെല്ലാം രാജാവായ റബ്ബിന്റെ കാവലാണെന്ന ബോധ്യമില്ലാതെ മക്കളെ അഴിഞ്ഞാട്ടത്തിന് വിടുന്ന വാപ്പമാരെ, ഉള്ളാളത്ത് പള്ളിയിൽ ഞാൻ പഠിക്കുന്ന നേരത്ത് ഞാൻ പള്ളിയിലേക്ക് സുബ്ഹാനല്ലാഹ് ജമാഅത്തിന് വരുന്ന സമയത്ത് അവിടേതാ ഒരു മാതാവ് ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉമ്മ, നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ച് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള മക്കളെ തന്നപ്പോൾ നിങ്ങൾക്ക് വിലയില്ല. ആ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കുന്നില്ല, നിങ്ങൾ അവരെ ദീന് പഠിപ്പിക്കുന്നില്ല, അവരെ സിനിമാ ഭ്രാന്തന്മാരാക്കി, സീരിയൽ ഭ്രമമുള്ളവരാക്കി, ദുനിയാവിന്റെ ഭൗതികാഡംബര ഭ്രമതയിൽ നിങ്ങൾ വളർത്തുകയാണ്. എന്നാൽ എന്റെ ഉമ്മ, നിങ്ങൾ എത്ര നന്ദിയിട്ട പരിപാടിയാണ് കാണിക്കുന്നത്. എന്റെ വാപ്പ, ആ
കുട്ടിയുടെ പ്രത്യേകത എന്താണ്? വലിയ തലയുള്ള കുട്ടിയാണ്. 10-16 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഈർക്കിലുപോലെ നീണ്ട കൈകാലുകളാണ്, വലിയ കണ്ണുകളാണ്, മീനിന്റെ കണ്ണുകൾ പോലെ പീലികളില്ലാത്ത വലിയ തുറന്ന കണ്ണുകളാണ്. പക്ഷേ എന്നെ കരയിച്ച രംഗം മറ്റൊന്നാണ്. ഞങ്ങൾ ജമാഅത്ത് നിസ്കരിക്കാൻ ഉള്ളാലത്തെ പള്ളിയിലേക്ക് മദനി ഹോസ്റ്റലിൽ നിന്ന് നടന്നു പോകുമ്പോൾ ആ മാതാവ് ആ കിടന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കാത്ത, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മൂത്രമൊഴിക്കുകയും കാട്ടിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മാതാവിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് ഉമ്മ എന്നൊന്ന് തീർത്തു വിളിക്കാത്ത ആ കുട്ടിയെ അണച്ചുകൂട്ടി അവന്റെ ആ ഉടുപ്പും അവന്റെ പാൻറ്റുമെല്ലാം സംശുദ്ധമായത് ധരിപ്പിച്ച് ആ മൂത്രമായത് മാറ്റിവെച്ച് കഴുകി അവന് പൗഡറിട്ട് അവനെ അത്തറ് പൂശി അവന്റെ വലിയ വലിയ അടയാത്ത തുറന്നിരിക്കുന്ന കൺപീലിയില്ലാത്ത കണ്ണിനു മുകളിൽ അതാ കരിമഷിയെടുത്തിട്ട് കരിയെഴുതിയിട്ട് അതിനു മേലെ പൗഡറിട്ട് മിനുസപ്പെടുത്തിയിട്ട് ആ പൊന്നുമോനെ മടിയിൽ ചേർത്ത് വെച്ചിട്ട് ആ ഉമ്മ താരാട്ടുപാടുകയാണ്. ആ ഉമ്മ കുഞ്ഞുമോനെ ലാളിക്കുകയാണ്. ആ പൊന്നുമോനെ ആ ഉമ്മ കെട്ടിപ്പുണർന്ന സ്നേഹം കൊടുക്കുകയാണ്. ഞാൻ ആലോചിച്ചു പോയി, പടച്ചവരെ, ലോകത്ത് ആ ഉമ്മാക്കല്ലാതെ ആ പൊന്നുമോൻ ഇങ്ങനെ സ്നേഹം കൊടുക്കാൻ 10-16 വയസ്സ് പ്രായമായി, ഒന്നെഴുന്നേറ്റിട്ടില്ല ഇതുവരെ ജനിച്ചിട്ട്, കിടന്നെടുത്താണ് കാട്ടിക്കുന്നതും മൂത്രമൊഴിക്കുന്നതും. ഉമ്മാടെ മുഖത്ത് നോക്കി ഉമ്മ ഒന്നും ഇന്നുവരെ വിളിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പൊന്നുപോലെ മാറോടണച്ചുകൂട്ടി സ്നേഹം കാണിക്കുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ ആത്മാർത്ഥമായ സ്നേഹം ലോകത്താർക്കാണ് കാണിക്കാൻ കഴിയുക? സഹോദരങ്ങളെ, ഞാൻ ദ്വാരന്ന് പോയി, റബ്ബേ, ആ ഉമ്മാക്ക് മുമ്പ് ആ പൊന്നുമോനെ നീ മരിപ്പിക്കല്ലേ. മരിപ്പിക്കാതിരുന്നാൽ അതെത്ര വലിയ വിഷമമാണ്. ആ ഉമ്മാക്ക് മുമ്പേ ആ പൊന്നുമോന്റെ ആത്മാവ് നീ പിടിക്കണേ അല്ലാ എന്ന് ഞാൻ ദ്വാരന്ന് പോയ സന്ദർഭം. എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കങ്ങനെ വല്ല മക്കളുമുണ്ടോ? എത്രയോ പിതാക്കളെ ഞങ്ങൾ കാണുകയാണ്. ഒരു പിതാവ് എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇതെന്റെ മോനാണ്, അവനെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല ടിപ് ടോപ്പായിട്ട് നിൽക്കുകയാണ്, കുട്ടി ആൺകുട്ടിയാണ്, 17 വയസ്സ് പ്രായമുള്ള മോനാണ്. അയാൾ എന്റെ കയ്യിൽ പിടിച്ചു മോനെ തന്നിട്ട് പറഞ്ഞു, ഇവനൊന്ന് മന്ത്രിച്ചു കൊടുക്കണം. എന്റെ മോന് ചെറിയൊരു കുഴപ്പമുണ്ട് ഉസ്താദ്, അവന് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ തരം കിട്ടിയാൽ ചെറിയ കുട്ടികളെ നന്നായിട്ട് ഉപദ്രവിക്കും. ഒരാളുടെ വാഹനം കണ്ടാൽ അതിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും. ഏതെങ്കിലും വീടിന്റെ ജനാല കണ്ടാൽ വെറുഞ്ഞു പൊട്ടിക്കും. ആരും കണ്ടില്ല എന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ആത്മഹത്യാപരമായ അത്യാഹിതങ്ങളവും വരുത്തി വെക്കും. എന്റെ മോൻ ഒരു കുഴപ്പവുമില്ലാത്ത കുട്ടിയാണ്. ഡോക്ടർമാർ ചെക്കപ്പുകൾ നടത്തിയിട്ട് പറയുന്നത് അവന് ബ്രെയിനിലെ നരമ്പുകളിൽ എന്തോ കംപ്ലൈന്റ് ആണെന്നാണ്. ഉസ്താദെ, ചികിത്സിക്കാൻ ഇനിയൊരു ഡോക്ടറും ബാക്കിയില്ല, കാണിക്കാൻ ഇനിയൊരു ഹോസ്പിറ്റലും ബാക്കിയില്ല. മന്ദബുദ്ധികളായ മക്കളെ കൊണ്ട് വ്യസനിക്കുന്ന എത്ര ഉമ്മവാപ്പമാരാണ്. എന്റെ പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഒരു സുഖമില്ലാത്തൊരു കുട്ടിയോ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖവും ഉണ്ടാകില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ഭ്രാന്താണ്, ദ്വാരക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു ഉമ്മാക്ക് സുഖ നൽകട്ടെ. ആരാണ്ട് ഉമ്മക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്. അവനാണ്ട് ഉമ്മാക്ക് ഭ്രാന്ത് വന്ന് നോക്കട്ടെ, സഹിക്കുമോ സഹോദരങ്ങളെ? ആർക്കാണ് സഹിക്കാൻ പറ്റുക? കഴിവുള്ളവന് സഹിക്കാൻ പറ്റൂല. നമ്മളൊരു വിഷമമെന്ന് വിളിക്കുന്ന ഉമ്മയല്ലേ, നമ്മൾക്കൊരു വേദന വന്നാൽ ഓടിച്ചെല്ലാനുള്ളൊരു ഉമ്മയല്ലേ? ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ,
ഉമ്മാക്ക് മാനസികമായി വളരെ പ്രശ്നമാണ്. അടുക്കളയിൽ കിട്ടുന്നതെല്ലാം വാരിയെറിഞ്ഞുടയ്ക്കുകയാണ്. ആളുകൾ വീട്ടിൽ വരുമ്പോൾ അവരെ കാർക്കിച്ചു തുപ്പുകയാണ്. കാട്ടിച്ച് കാഷ്ടം വാരി അവരെ ചുവരിലാകെ തേക്കുകയാണ്. ഞാൻ എന്റെ കൈ കൊണ്ടാണ് ഉമ്മയുടെ കാഷ്ടം വാരുന്നത്. എന്റെ ഉമ്മാക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ എനിക്ക് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാൻ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശയുടെ വാട് നടത്തരുത്. ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനോട് നമ്മൾ വെറുപ്പ് വെച്ച് പുലർത്തരുത്. ഒരൊറ്റ അലിമീങ്ങളെയും നമ്മളാരും തെറി പറയരുത്. ഒരൊറ്റ തങ്ങളെയും നമ്മളാരും അനാദരിക്കരുത്. നമ്മൾ നല്ലവരായി ജീവിക്കാൻ പരിശ്രമിക്കണം. ഞാൻ ഇങ്ങനെ മൈക്ക് കിട്ടി സ്റ്റേജ് കിട്ടി നിങ്ങളെന്റെ മുന്നിൽ വരുമ്പോ ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ, എന്റെ കൽബ് നന്നാവണ്ടേ, ഞാനൊന്ന് നന്നാവണ്ടേ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല മജ്ലിസായി സാധുക്കളായ നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ അവസാനിക്കുകയാണ്.